welcome to another beautiful and exciting day with the Holy Spirit on Arise and Shine. In Marichari Rayam Duram Poira Yalirayam Oru Sakshiyai Logamengum Yeshue Passamo yennagramayi ulle aragalo yen krubayumayi mari ninnode passamo yennagramayi ninnulile aragalo yen krubayumayi mari amen ammaval nirayam amen shaktiyal nirayam oru sakshiyai logamengum യേശുവേ എല്ലാരും ചേർന്ന് മുട്ടോളമല്ല അരയോളമും പോരാ. We want more. Oh, revealing yourself so much more. മുട്ടോളമല്ല അരയോളമും പോരാ. ഓ ഭവനങ്ങളിൽ ഒരു ടാങ്കിനകത്തോട്ട് വെള്ളം നിറയുന്നത് പോലെ സ്വന്തം പാട്ടുകളൊക്കെ ഒന്ന് പാടിയേ. ആമേൻ. സ്നേഹിക്കുന്നേ 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 യേശുവേ സ്നേഹിക്കുന്നേ. ആമേൻ. സ്നേഹിക്കുന്നേ. ഓ എല്ലാരും ചേർന്ന് ദിനവും യേശുവിന്റെ കൂടെ ദിനവും യേശുവിന്റെ ചാരേ ദിനവും ഓ യേശുവിന്റെ കൂടെ ദിനവും യേശുവിന്റെ ചാരേ എല്ലാരും ചേർന്ന കഴിയില്ലെങ്കിൽ ആമേൻ പ്രിയനേ എന്നെ സ്നാന Oh, fill every room, oh, fill every place with your glory and oh, and Lord, I worship you. Lord, I worship you. Lord, I worship you. Lord, I worship you, for your name is holy, holy, Lord, and for your name is holy, your soul. And I will worship you with all of my heart, and I will worship you with all of and I will worship you with all of my mind, for you are my God. You are my God. Oh, I am the chairman, and you are my രാവിലും പകലിലും നിൻമുഖം മാത്രം തേടുന്നു. രാവിലും പകലിലും നീ മാത്രം യേശുവേ. രാവിലും പകലിലും നിൻമുഖം മാത്രം കാണുന്നു.
വ്യത്യാസം ഞാനും ഇപ്പോഴാ ശ്രദ്ധിച്ച് പരിശുദ്ധാത്മാവ് കണ്ടായിരുന്നോ? ഹല്ലേലൂയ. ആത്മനദി എന്നിലേക്ക് ഒഴുക്കുവാനായി ആനനായി കാത്തു നിന്നപ്പോൾ അത് എല്ലാം കഴിഞ്ഞ് വന്ന് ആത്മനദി എന്റെ ശിരസോളം എത്തി. ആ കാലുകൾ തറയിൽ ഉറയ്ക്കാതെയായി ദേഹത്തിന് തെല്ലും ഭാരമില്ലാതായി. ആത്മനദിയിൽ ഞാൻ നീന്തി തുടങ്ങി. ആത്മനദി എന്താണെന്നറിയാവോ? ആ ആത്മനദി എന്താണെന്നറിയാവോ? നിൻ സ്നേഹം എന്നെ പിടികൂടിയതാണ്. ശരീരങ്ങളിലെല്ലാം സൗഖ്യം നടക്കട്ടെ കർത്താവേ. ആ സ്നേഹം, your love, let it heal, let it touch every single one, Father. നിൻ സ്നേഹം എന്നെ പിടികൂടിയതാണ്. ആ സ്നേഹക്കടലിൽ എൻ പ്രാണൻ. ജോർജ് വെരസ്, എല്ലാരും ചേർന്ന് നിൻ സ്നേഹം എന്നെ പിടികൂടിയതാണ്. ആ സ്നേഹക്കടലിൽ എൻ പ്രാണൻ അലിഞ്ഞേ. കാഹളധ്വനികളും കേട്ടിടുവാൻ കാതോർക്കുന്നു. സമയമായി സോദര എന്റെ കാന്തൻ വരാറായി. കാഹളധ്വനികളും കേട്ടിടുവാൻ കാതോർക്കുന്നു. സമയമായി സ്നേഹിത എന്റെ കാന്തൻ വരാറായി. എങ്ങനെയാണെന്നറിയാവോ? ഓടാകൂടി തന്നൂത സൈന്യവുമായി ചേരും നിൻചാരേ. ഓടാകോടി തന്നൂത സൈന്യവുമായി മരവിൽ ഞാൻ ചേരും നിൻചാരേ. ആയിരം ദൂരം പോയിടാം ചേർന്ന് ഭൂമി വാണിടാം. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി. യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വെച്ചിടും രക്ഷകനായി. അന്ത്യശ്വാസം വരെ എല്ലാരും ചേർന്ന് യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി. യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വെച്ചിടും രക്ഷകനായി. അന്ത്യശ്വാസം വരെ അന്ത്യശ്വാസം വരെ. Speaking to God and always speaking to God. Why? So that He can create that perfect heaven for His children. And God was ready to step down. ഒന്ന് ഓർത്ത് നോക്കിക്കേ, യുഗങ്ങൾ പിരിയാത്ത. You cannot understand the concept of time, your dates,
your ears. വചനം എടുത്ത് പത്രോസിനോട് ചോദിച്ചാൽ പത്രോസ് പറയും, എന്റെ ദൈവത്തിന് ഒരു ദിവസം 1000 വർഷം പോലെ, 1000 വർഷം ഒരു ദിവസം പോലെ. You cannot fit him into time. ദൈവം നമ്മളെ സ്നേഹിച്ചത് കൊണ്ട്, ഓ ഹല്ലേലൂയ, ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ മീറ്റിംഗ് നിങ്ങൾ കേൾക്കുമ്പോൾ ഏതെങ്കിലും തരം ഭാരത്താലാണോ നിങ്ങൾ ഞങ്ങളെ ശ്രവിക്കുന്നത്? ചിലപ്പോൾ ഒരു കടഭാരമായിരിക്കാം, അല്ലെങ്കിൽ രോഗാവസ്ഥയായിരിക്കാം, ആരോട് നിങ്ങൾ ഷെയർ ചെയ്യാതെ നിങ്ങൾക്ക് മാത്രം അറിയുന്ന ഒരു രഹസ്യമായിരിക്കാം. എന്ത് തന്നെ ആയിക്കോട്ടെ, എനിക്കിവിടെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ കാണുന്ന ഒരു നല്ല കർത്താവുണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന ഒരു നല്ല യേശുണ്ട്. ആ യേശു നമ്മുടെ കൂടെ ഉള്ളതിനാൽ ഒന്നിനെ കുറിച്ചും നിങ്ങൾ വിചാരപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, സമാധാനമായിട്ടിരിക്കുക. കാരണം വചനം പറയുന്നത് എന്താന്ന് വെച്ചാൽ, കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നതാകയാൽ നമ്മുടെ സകല ഭാരങ്ങളും സകല ആകുലതകളും കർത്താവിന്റെ മേൽ ഇട്ടുകൊള്ളുവാനും. അതേ പ്രിയമുള്ളവരെ, ഇന്ന് ഇതുപോലെ ഒരു ഭാരത്തിൽ കഴിഞ്ഞ് അത്ഭുതകരമായ കർത്താവ് വിടുവിച്ച ഒരു സാക്ഷി നമ്മൾ കേൾക്കും. ആ സാക്ഷിയെ നമ്മളോടൊന്ന് ഷെയർ ചെയ്യുന്നത് ഹെവൻലി ഫീസ്റ്റ് ആലപ്പുഴ സഭയിൽ നിന്ന് ജോൺസൺ ബ്രദറാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ മീറ്റിംഗിൽ നമുക്ക് ദൈവവചനമായി നമ്മോടൊപ്പം ഉള്ളത് ഹെവൻലി ഫീസ്റ്റ് എലവത്തിട്ട സഭയിൽ നിന്നും ഷിബു ബ്രദറാണ്. കൂടാതെ നമ്മുടെ ഈ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് നമുക്ക് വേണ്ടി ഇന്ന് ഹോസ്റ്റ് ചെയ്യുന്നത് മണ്ണഞ്ചേരി സഭയിൽ നിന്നും ആതിര സിസ്റ്ററാണ്. സോ ഓവർ ടു യു ആതിര സിസ്റ്റർ. താങ്ക് യു അനുഷ്യ സിസ്റ്ററെ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് ദൈവം നൽകിയ നല്ല നിമിഷത്തെ ഓർത്ത് നന്ദി പറയാം. ഇന്ന് പലരും ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോഴും ദൈവം നമുക്ക് വേണ്ടി ഇന്ന് ഒരുക്കിയെങ്കിൽ ഇന്ന് ദൈവത്തിന് നിങ്ങളെ കുറിച്ച് പദ്ധതികളുണ്ട്. ഇന്ന് അത് കർത്താവ് നിവർത്തിക്കുക തന്നെ ചെയ്യും. യേശുവിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ലെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് വേണ്ടി യേശു ഉണ്ടാക്കിയ ദിവസം ഇന്ന് നമ്മൾ സന്തോഷിക്കണം, ഇന്ന് നമ്മൾ ആനന്ദിക്കണം. ഇന്ന് നമ്മുടെ മധ്യത്തിൽ നല്ല സാക്ഷ്യമായിട്ട് ദൈവം തന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ വർണ്ണിച്ചുകൊണ്ട് ഇന്ന് ആലപ്പുഴയിൽ നിന്നും ജോൺസൺ ബ്രദർ ജോയിൻ ചെയ്തിട്ടുണ്ട്. തന്റെ വായുമൊഴിയാൽ തന്നെ നമ്മൾ കേൾക്കുന്നതായിരിക്കും. അത്ഭുത സാക്ഷ്യങ്ങളാണ്. തന്റെ 4 മരണത്തിൽ നിന്നും കർത്താവ് തന്നെ അത്ഭുതകരമായി വിടുവിച്ചു. ഒരു റെയിൽവേ ട്രാക്കിൽ പോയി ആത്മഹത്യ ചെയ്യാൻ നിന്ന ആ മകനെ ദൈവ പൈതലാക്കി മാറ്റിയ ദൈവത്തിന്റെ ആ വലിയ മഹത്വത്തെ നമുക്കിന്ന് കേൾക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 20 വർഷത്തോളം നീണ്ടു നിന്ന് തന്റെ മദ്യപാനത്തെ കർത്താവ് പൂർണ്ണമായും എടുത്തു മാറ്റി ഇന്ന് ദൈവത്തിന്റെ പൈതലായി നമ്മുടെ മധ്യത്തിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ തന്റെ ജീവിതത്തിൽ കല്യാണത്തിന് ശേഷം തനിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ദൈവം നല്ലൊരു ദൈവ പൈതലിനെ തന്നെ നൽകി. അതുപോലെ തന്നെ ഓരോ എന്നെടുത്ത് നോക്കിയാലും മകന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. തന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ ദേവദാസന്റെ വായിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. ടു ജോൺസൺ. താങ്ക് യു സിസ്റ്ററെ. പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിലും നമ്മളെ ഏറ്റവും അധികം സ്നേഹിച്ച് കർത്താവിന് വഴി നടത്തുന്ന കർത്താവിന്റെ ദാസൻ തങ്കുവിന്റെ പേരിലുമുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും ഒരു അത്ഭുത സാക്ഷ്യവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ കർത്താവ് എന്റെ ജീവിതത്തിൽ ഒരുക്കിയ വലിയ വിധത്തിനായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഒരു യോഗ്യതയില്ലാതെ വീട്ടുകാർക്കും സ്വന്തക്കാർക്കും എല്ലാം തള്ളപ്പെട്ടവനായി ലോകത്തിന് രീതിയിൽ മാത്രം ജീവിച്ച എന്നെ 18 വർഷം മുമ്പ് എന്റെ കർത്താവ് എന്നെ തേടി വന്നു. ഒരു മദ്യപാനിയായി ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ മാത്രം ജീവിച്ച എന്നെ ലോകത്തിലുള്ളവർ എല്ലാം എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞപ്പോഴും ഉപേക്ഷിക്കാതെ എന്നെ ചേർത്ത് നിർത്തുവാൻ, എന്നെ കരുതുവാൻ, ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് എന്റെ മേൽ വെളിപ്പെടുത്തുവാൻ കർത്താവിന് എന്നോട് കൃപ തോന്നി. 18 വർഷം മുമ്പ് ഞാൻ മഹാരാഷ്ട്രയിൽ ഒരു മദ്യപാനിയായി അല്ലെങ്കിൽ ഒരു കൂലിത്തല്ലുകാരനായി അങ്ങനെയൊക്കെ ജീവിച്ച ഒരു സമയമുണ്ട് എന്റെ ജീവിതത്തിൽ. എന്നാൽ ജീവിതം തകർന്ന ജീവിതത്തിലെ എല്ലാ മേഖലയിലും ഇനി രക്ഷപ്പെടത്തില്ലെന്ന് വിചാരിച്ച സമയത്ത് എന്റെ ജീവിതത്തിൽ ഞാൻ ആത്മഹത്യ മാത്രം മുമ്പിൽ കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന എന്റെ രണ്ടാമത്തെ സഹോദരി
എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് ബോംബെയിലേക്ക് പോവുകയും അങ്ങനെ ആ അറ്റംപ്റ്റിൽ നിന്ന് എനിക്ക് പിന്മാറേണ്ടി വന്നു. ആത്മഹത്യ എന്ന ആ പ്രവണതയിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. എന്നാൽ ഞാൻ ബോംബെയിൽ എൻ്റെ പെങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ ഒരു ദിവസം പിറ്റേന്ന് രാവിലെ എൻ്റെ അളിയൻ, രണ്ടാമത്തെ ബ്രദറിലോ, ഈ TV ഓൺ ആക്കുകയും ആ TVക്കകത്ത് നിന്ന് 2 ദൈവദാസന്മാർ ഇങ്ങനെ വിളിച്ചു പറയുന്നു, ജീവിതം തകർന്ന ഒരു വ്യക്തിയെ ഞങ്ങൾ കാണുന്നു, നിന്റെ ജീവിതം തകർന്നിട്ടില്ല, ഇന്ന് പകൽ നിന്റെ ജീവിതം കർത്താവ് പണിയുക അത്രേ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ചേച്ചി പറഞ്ഞു, മോനെ നിന്നെ പറ്റി ആയിരിക്കും പറയുന്നത്, നീ ആ കിടക്കുന്ന കിടപ്പിൽ ഒന്ന് എഴുന്നേറ്റിരുന്നേ, നീ ഒന്ന് പ്രാർത്ഥിച്ചേ. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, പിന്നെ കോട്ടത്തിരിക്കുന്ന ആരോ, എന്നെ കേൾക്കാൻ വയ്യാത്തവർ TV കൂടെ എന്തേലും പറഞ്ഞാൽ ഞാൻ കൈവക്കാൻ എനിക്ക് ഭ്രാന്തല്ല. ഞാൻ പറഞ്ഞു, എന്നെ ഇവിടുന്ന് അഴിച്ചുവിട്, എന്നെ ചതിച്ചവരോട് പ്രതികാരം ചെയ്ത് എനിക്ക് ആത്മഹത്യ ചെയ്യണം. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ വീണ്ടും എൻ്റെ പെങ്ങൾ പറഞ്ഞു, മോനെ നിന്നെ പറ്റിയാണ് ദൈവദാസന്മാർ. ഞാൻ പറഞ്ഞു, ഒരിക്കലും അല്ല, എന്നെ പറ്റി ഒരിക്കലും അങ്ങനെ പറയത്തില്ല. അങ്ങനെ അതിനുശേഷം ഞാൻ താമസിച്ച വീടിന് വെളിയിൽ നിന്ന് പൂട്ടിക്കൊണ്ട് എൻ്റെ പെങ്ങളും അളിയനും കുഞ്ഞുങ്ങളും എല്ലാം പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. അവരെങ്ങോ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് വൈരാഗ്യ ബുദ്ധിയായിരുന്നു, എന്നെ ചതിച്ചവരോട് പ്രതികാരം ചെയ്യണമെന്ന്. എന്നാൽ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ആ കിടക്കയിൽ ഞാൻ ഇപ്പോൾ ഓർക്കുന്ന ദിവാങ്കോട്ടിലാണ് ഞാൻ കമന്ന് കിടക്കുന്ന കിടപ്പയിൽ ഞാൻ പറഞ്ഞു, കർത്താവെ എന്നെ പറ്റിയാണോ അത് പറഞ്ഞത്? ആദ്യമായിട്ടാണ് ഞാൻ കർത്താവെ എന്ന് വിളിക്കുന്നത് കേട്ടോ. അതിനു മുമ്പൊക്കെ പല രീതിയിലും മാത്രം നടന്നൊരു മനുഷ്യനാണ് ഞാൻ. അങ്ങനെ ഞാൻ കർത്താവെ എന്നെ പറ്റിയാണെങ്കിൽ അത് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അളിയൻ, രണ്ടാമത്തെ ബ്രദറിലോ വായിക്കുന്ന ബൈബിള് അവിടെ ഒരു ടേബിളിന്റെ അടിയിലിരിക്കുക. ഞാൻ അതെടുത്ത് തുറന്നു നോക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ ദൈവം എന്നെ ആ ഭാഗങ്ങൾ കാണിച്ചു. ശരിയാ, അനേകം ദൈവദാസന്മാരുടെ വണ്ടിയുടെ കാറ്റഴിച്ചു വിടുകയും അനേകം മക്കളുടെ ആരാധന ആലയങ്ങൾ കല്ലെറിയുകയും ദൈവദാസന്മാർ ശുശ്രൂഷിക്കുന്ന സ്റ്റേജുകളിൽ കയറി അടിയുണ്ടാക്കിയ ഒരു മനുഷ്യനായിരുന്നു ഞാൻ. ആ ശൗലിനെ പോലെ നടന്നൊരു മനുഷ്യനായിരുന്നു ഞാൻ. എന്നാൽ കരുണാസമ്പന്നനായ ദൈവത്തിന് എന്നോട് കൃപ തോന്നി. എന്നെ കർത്താവ് തെരഞ്ഞെടുത്തു, എന്നെ കർത്താവ് സ്നേഹിച്ചു. ഞാൻ പിന്നെയും ബൈബിള് മടക്കി അതേ ഭാഗത്ത് വെച്ചു. ഞാൻ അവിടെ കിടന്ന് 2 മിനിറ്റ് കാറ്റഴിച്ചു വിട്ട പാസ്റ്റർമാർ, ഞാൻ അടിച്ച ദൈവദാസൻ. ഒരിക്കൽ ഒരു ദൈവദാസൻ എന്നോട് ഇങ്ങനെ ദൂത് പറഞ്ഞു, ഇന്ന് 6 മാസം തികയുമ്പോൾ ജോൺസൺ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന്റെ വേലയിൽ ഇറങ്ങും എന്ന് എന്നോട് ദൂത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പോകല്ലേ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാം, എല്ലാ പല്ലും ഞാൻ തല്ലി താഴെ കളയും എന്ന് ഞാൻ ആ ദൈവദാസനോട് തിരിച്ചു പറഞ്ഞു. അങ്ങനെ നടന്നൊരു മനുഷ്യനായിരുന്നു ഞാൻ. എന്നാൽ കർത്താവിന് എന്നോട് കൃപ തോന്നി. ഞാൻ ആ ബൈബിള് എടുത്ത് വായിച്ചു മടക്കി വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അറിയാതെ അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന കഴിയുമ്പോൾ എൻ്റെ സഹോദരിയും എൻ്റെ സഹോദരനും കുഞ്ഞുങ്ങളും എല്ലാം പ്രാർത്ഥന കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിനകത്ത് ഒരു സമാധാനം വരുന്നു. 5 ദിവസമായി മദ്യപിച്ചിട്ട് ഉറങ്ങാൻ ഞാൻ അന്ന് ആദ്യമായി 3 മണിക്കൂറിലധികമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഞാൻ അവിടെ കിടന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നാട്ടിൽ തിരികെ പോവുകയാണ്, ഇനി ഈ ദേശത്ത് ജോലിയൊന്നുമില്ല. ഞാനൊരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് ജോലി ചെയ്ത മനുഷ്യനാണ്. ഞാൻ അങ്ങനെ തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞ് എൻ്റെ പെങ്ങൾ എന്നോട് പറഞ്ഞു, മോനെ, ഞാൻ പറഞ്ഞു, ഞാൻ ഇനി എവിടെ പ്രാർത്ഥനയ്ക്ക് പോകും? പെങ്ങൾ പറഞ്ഞു, മോനെ, നീ ഇനി എങ്ങും പോകണ്ട, നീ ഒരു കാര്യം ചെയ്യണം, കോട്ടയത്ത് നിന്നെ പോലെ തകർന്ന അനേക ചെറുപ്പക്കാരുള്ള ഒരു ആരാധനയുണ്ട്, അതിന്റെ പേര് സ്വർഗീയ വിരുന്ന് എന്നാണ്. ഞാൻ ആദ്യമായിട്ടാണ് ആ പേര് കേൾക്കുന്നത്. ഞാൻ പെങ്ങളോട് പറഞ്ഞു, നാട്ടിൽ ചെല്ലട്ടെ, പിന്നെ തീരുമാനിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു കസിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട്, നീയും വരുന്നോന്ന് ചോദിച്ചു. അന്നേരം അവൻ പറഞ്ഞു, ഞാനും വരാം, വേറെ ആരുമല്ല, എൻ്റെ അങ്കിളിന്റെ മോനാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുകൂടെ രാവിലെ പ്രാർത്ഥനയ്ക്കായിട്ട് അവിടുന്ന് തിരിക്കുകയാണ്. ഇതെനിക്ക് തോന്നുന്നു ഒരു ശനിയാഴ്ചയാണ് തോന്നുന്നത്. അന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് കോട്ടയത്ത് പോയി നാളെ പ്രാർത്ഥനയ്ക്ക് പോകുന്ന സ്ഥലമൊക്കെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് വരാം, എന്നിട്ട് നമുക്ക് നാളെ പോകാം, ഇന്ന് പോയി ഒന്ന് ട്രയൽ നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ഞങ്ങൾ വന്ന് ബൈക്ക് വെച്ചിട്ട് തിരിച്ച് ട്രെയിനെ കയറാൻ വന്നപ്പോഴത്തേക്ക് ട്രെയിൻ ഞങ്ങളെ കയറാൻ പറ്റിയില്ല. ട്രെയിൻ പോയപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞ, ചാവാൻ പോയാലും ട്രെയിൻ പോയി, പ്രാർത്ഥനയ്ക്ക് പോയപ്പോഴും ട്രെയിൻ പോയി, അതുകൊണ്ട് ഇനിയും പ്രാർത്ഥനയ്ക്ക് പോകണ്ട, നമുക്ക് സിനിമയ്ക്ക് പോവാം. അങ്ങനെ സിനിമയ്ക്ക് പോകാൻ വേണ്ടി ഞങ്ങള്
ഒരു ഓട്ടോറിക്ഷ കയറി, മാവേലിക്കര പ്രതിഭ തിയേറ്ററിന്റെ അവിടെ സിനിമയ്ക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ ഓട്ടോറിക്ഷ കയറിയപ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയെ പറ്റി പറഞ്ഞപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ ചോദിക്കും, നിങ്ങൾ എന്തിനാ പ്രാർത്ഥനയെ പറ്റി പറഞ്ഞു, നിങ്ങൾ സിനിമയ്ക്ക് പോവല്ലേ? ഞാൻ പറഞ്ഞു, അല്ല ചേട്ടാ, പ്രാർത്ഥനയ്ക്ക് പോകാൻ വന്നതാ. അപ്പൊ ട്രെയിൻ അങ്ങ് പോയി. അപ്പൊ എന്നാൽ സിനിമയ്ക്ക് പോകാം. അപ്പൊ എന്റെ കയ്യിൽ ഒരു ബൈബിളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു സിനിമയ്ക്ക് പോകാം, ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിരിക്കാന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞൊരു കാര്യം ചെയ്യും, പ്രാർത്ഥനയ്ക്ക് പോകാൻ ഇറങ്ങിയതല്ലേ, ഞാനൊരു പ്രാർത്ഥനയെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാ ശരി പോകാമെന്ന് പറഞ്ഞു. അവിടെ വന്നപ്പോൾ ഞാൻ ഒരു സഹോദരൻ എനിക്ക് കൈ തന്നിട്ട് ഏത് ഫെലോഷിപ്പിൽ നിന്നാ വരുന്നതെന്നൊക്കെ ചോദിച്ച് എന്നെ സ്വീകരിച്ചു. ഞാൻ പുള്ളിയോട് പറഞ്ഞു, സഹോദര ഫെലോഷിപ്പിൽ നിന്നല്ല, ഇന്നലെ ലോക്കപ്പിലായിരുന്നു, വെളിയിൽ വന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അകത്ത് കയറിയിരുന്നു. ഞാൻ അവിടുത്തെ ഫ്ലെക്സ് നോക്കുമ്പോൾ അവിടെ എഴുതിയേക്കാണ്, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം, സ്വർഗീയ വിരുന്ന് ഒരുക്കുന്ന, എന്നിട്ട് സ്വർഗീയ വിരുന്ന് മാവേലിക്കരയെന്ന് കണ്ടു. അപ്പൊ ഞാൻ ചെന്നപ്പോഴേ ഞാൻ എൻ്റെ കസിനോട് പറഞ്ഞു, മോനെ ഇവിടെ കൈയടിക്കുന്ന ടീമുകളാണ്, നമുക്കിതൊട്ടും പറ്റത്തില്ല. അപ്പൊ അവൻ പറഞ്ഞു, അച്ഛാ നമുക്ക് ഇവിടെ ഇരിക്കാം, അവിടെ ടിക്കറ്റ് കൊടുക്കുമ്പോൾ ഓപ്പോസിറ്റിലാണ് തിയേറ്റർ, ടിക്കറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് സിനിമയ്ക്ക് പോകാം. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ടിക്കറ്റ് കൊടുക്കുന്ന സമയം വരെ രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ഏറ്റവും പറഞ്ഞിരുന്ന ഞങ്ങള് അവിടെ ഇരിക്കുമ്പോൾ നീളമുള്ള സ്കെൽറ്റായിട്ട് ഒരാൾ വന്നിട്ട് പരിചയപ്പെട്ടിട്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞു, കർത്താവ് മാനിക്കും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇത് ഒരു തമാശ രീതിയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൈയടിക്കുന്നത് നാണംകേടാ എന്ന് പറഞ്ഞ് ഇവനോട് പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു കുനിഞ്ഞിരുന്നോണം, ഓരോരുത്തരും വരുമ്പോൾ പരിചയക്കാരും കാണും, നീ കുനിഞ്ഞിരുന്നോണേ, തല പൊക്കി നോക്കല്ലേ എന്നൊക്കെ പറഞ്ഞു. എന്നാൽ തല പൊക്കി നോക്കരുതെന്ന് പറഞ്ഞ സ്ഥലത്ത് എന്റെ തല ഉയർത്തി പിടിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഇന്ന് 18 വർഷമായി ഞാൻ ഈ സഭയിൽ വന്നിട്ട് കേട്ടോ. അപ്പൊ എന്റെ ജീവിതത്തിൽ ഞങ്ങൾ രണ്ടും അങ്ങനെ പുറകിലിരുന്ന് ആരാധന തുടങ്ങി. കൈയടിക്കുന്നത് നാണംകേടാന്ന് പറഞ്ഞ ഞാൻ അന്ന് 100-ലധികം ആൾക്കാർ അവിടെ കൂടി വരികയാണ്. അപ്പം ആ ഹാളിന്റെ ഏകദേശം 3/4 ഭാഗം നിറഞ്ഞു. കർത്താവിന്റെ ദാസൻ ഇന്ന് അതിനുശേഷം എനിക്ക് പേരൊക്കെ പിടികിട്ടിയേ. കർത്താവിന്റെ ദാസൻ സുനിൽ ബദർ സ്റ്റേജിൽ കയറി വാഴ്ത്തിയിടുമേ ഇമ്മാനുവേലെ എന്നുള്ള പാട്ട് പാടി ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ഞാൻ അറിയാതെ ഞാൻ ഇരുന്ന കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് കൈയടിച്ച് ആരാധിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അന്ന് ഞാൻ മീറ്റിങ്ങിന് ശേഷം സുൽബറിനെ പരിചയപ്പെട്ടു. അതിനുശേഷം സുൽബറിന്റെ കൂടെ നടക്കാൻ തുടങ്ങി. സുൽബറിന്റെ ഒരു ബുള്ളറ്റിന്റെ പുറകിൽ കയറിയിരുന്ന് സുൽബറിന്റെ ബാഗും പിടിച്ച് നടക്കാൻ തുടങ്ങി. 18 വർഷം എങ്ങനെ കടന്നുപോയി എന്ന് എനിക്കറിയത്തില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ അത്ഭുതം മാത്രമേ കർത്താവ് ചെയ്തിട്ടുള്ളൂ. നിരാശപ്പെടേണ്ട സാഹചര്യമുണ്ട്, തകർന്നു പോകേണ്ട സാഹചര്യമുണ്ട്, എല്ലാം അവസാനിച്ചെന്ന് തോന്നിയ സമയമുണ്ട്. എന്നാൽ എന്റെ കർത്താവിനെ വിശ്വസിച്ച ഞാൻ ലജ്ജിക്കാൻ കർത്താവ് ഒരിക്കലും ഇടയാക്കിയില്ല. അന്ന് കർത്താവിന്റെ ദാസൻ സുൽവറോട് എപ്പോഴും പറയും, ജോൺസൺ പറയും, സന്തോഷത്തോടെ നിൽക്കണം കേട്ടോ, ഈ കർത്താവ് മാനിക്കും, ഈ കർത്താവ് ഉയർത്തും. ഞാൻ അങ്ങനെ 2ാമത്തെ ആഴ്ചയിൽ ആ ദൈവദാസൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ദൈവദാസൻ ദൂത് പറഞ്ഞ് കറക്റ്റ് 6 മാസം തികഞ്ഞ ആഴ്ചയിൽ ഞാൻ സ്നാനപ്പെടാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ഞാൻ അങ്ങനെ ചർച്ചിനകത്ത് വന്നു, ദൈവദാസന്മാരോട് ചേർന്ന് നിന്നു. ഒത്തിരി നന്മകൾ എന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തു. എന്റെ വിവാഹം നടക്കത്തില്ലെന്ന് എല്ലാവരും പറഞ്ഞു. ജോലിയും വേലയും ഇല്ലാത്ത നിനക്ക് ആരും പെണ്ണ് തരത്തില്ലെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി. എന്നോട് പറഞ്ഞു കറുത്ത പുസ്തകം പിടിച്ച് നടന്നോ, ഞാനൊരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആണ്, ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി വാങ്ങിച്ചു, നീ ഒരു ജോലിക്കും പോകണ്ട, ഇങ്ങനെ നടന്നോളാൻ പറഞ്ഞ് എന്നെ എല്ലാവരും കളിയാക്കിയ സ്ഥലത്ത് ഈ കറുത്ത പുസ്തകം എടുത്ത ഞാൻ ഒരിക്കലും ലജ്ജിക്കാൻ കർത്താവ് ഇടയാക്കിയില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന ആരോടോ ദൈവത്തിന്റെ ആത്മാ പറയുക, ഈ പുസ്തകം എടുത്തിറങ്ങിയ നിങ്ങളെയും നിങ്ങളുടെ തലമുറയും എന്റെ കർത്താവ് ഉയർത്തി മാനിച്ചിരിക്കും. എവിടെ ആര് നിനക്കെതിരെ ചോദ്യചിഹ്നമാക്കി വെച്ചോ അവരുടെ മുമ്പിൽ എന്റെ കർത്താവ് നിന്നെ അത്ഭുതമാക്കി മാറ്റി. അങ്ങനെ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. അപ്പൊ ഞാൻ വിശ്വാസത്തോടെ പറയും, ജോലിയില്ലാത്ത എനിക്ക് ജോലിയുള്ള പെണ്ണിനെ കർത്താവ് തരും. അങ്ങനെ പറഞ്ഞു അവസാനം ഗൾഫിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ഒരു പെൺകൊച്ചിനെ കർത്താവ് എന്റെ ജീവിതത്തിൽ തന്നു. വിവാഹം കഴിഞ്ഞു. അടുത്ത ദിവസങ്ങളിലൊക്കെ നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങി, എന്താ വിശേഷങ്ങൾ ഒന്നും ആയില്ലേ? അങ്ങനെ ചോദിക്കാൻ തുടങ്ങി. കേൾക്കുന്ന എനിക്ക് ഭയങ്കര പ്രയാസമായി. 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു. 4ാം വർഷത്തിൽ പ്രവേശിക്കുമ്പോൾ ഞാൻ പല ഡോക്ടർമാരെ കണ്ടു. പല ഡോക്ടർമാരെന്നോട് പറഞ്ഞു, പാസ്റ്റർ നിങ്ങൾക്ക് നോർമലായി ഒരു കുഞ്ഞ് ജനിക്കത്തില്ല, നിങ്ങൾക്ക് ട്രീറ്റ്മെന്റിലൂടെ IVF ട്രീറ്റ്മെന്റിലല്ല നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ജനിക്കത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ
ഒരിക്കൽ ഇങ്ങനെ എൻ്റെ അടുത്ത ഒരു ഹോസ്പിറ്റലിൽ പോയി അതിന്റെ ക്യാമ്പിന് പോയപ്പോൾ അവിടുത്തെ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഡോക്ടറെ, പാസ്റ്ററെ, നിങ്ങൾക്ക് സാധാരണ ലെവലിൽ ഒരു കുഞ്ഞ് ജനിക്കത്തില്ല, നിങ്ങൾക്ക് IVF ട്രീറ്റ്മെന്റ് ചെയ്യണം, 10 ലക്ഷം രൂപയോളം ട്രീറ്റ്മെന്റിനാവും, നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് വില്ലിങ് ആണെങ്കിൽ ഈ ട്രീറ്റ്മെന്റ് നമുക്ക് തുടങ്ങാം. ഞാൻ അവിടുന്ന് ഇറങ്ങി, ഞാനും എൻ്റെ ഭാര്യയും ഹോസ്പിറ്റലിലെ വരാന്തയിൽ വെച്ച് സകല റിപ്പോർട്ടും വലിച്ചു കീറി വേസ്റ്റ് ബോക്സിനകത്ത് ഇട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്ന യേശുവിന്റെ നാമത്തിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നിരിക്കാൻ നന്ദി. ഞങ്ങൾ അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഒരു ദിവസം കോട്ടയത്ത് മീറ്റിംഗ് നടക്കുകയാണ്. അപ്പൊ ഞാൻ ഒത്തിരി വിഷമത്തോടെ തങ്കുവറിനോട് എന്ന് പറഞ്ഞു, തങ്കുവറെ, ഞാൻ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേർക്ക് കുഞ്ഞുങ്ങളുണ്ടായി, പക്ഷെ എനിക്കൊരു കുഞ്ഞിനെ ദൈവം തന്നില്ല കേട്ടോ. തങ്കുവർ പറഞ്ഞു, ജോൺസൺ ബർ ദൈവവേലയല്ലേ ചെയ്യുന്നത്, ദൈവവേല സമയമാകുമ്പോൾ ദൈവം ഒരുക്കും. അപ്പൊ ഞാൻ മനസ്സിൽ പറഞ്ഞു, തങ്കുവറിന് അങ്ങനെ പറയാം, സമയമാവുമ്പോൾ ഒന്ന് നാട്ടുകാരെല്ലാം ചോദിക്കുക, ഞാൻ ആകെ തല താഴ്ത്തി നടക്കുക. അപ്പൊ എനിക്ക് ഒരു സമാധാനം ആ വാക്കിൽ കിട്ടിയില്ല. അപ്പൊ ഞാൻ നേരെ തോമസ് കുട്ടുകാരനടുക്കെ ചെന്നു. തോമസ് കുട്ടുകാർ കാറെ കയറാൻ പോവുക. തോമസ് കുട്ടുകാരനോട് ചെന്നു, തോമസ് കുട്ടുകാരെ, കുഞ്ഞുങ്ങളൊന്നും ആയില്ല കേട്ടോ, ശക്തമായിട്ട് പ്രാർത്ഥിക്കും. തോമസ് കുട്ടുകാരൻ, സഹോദരൻ ഇപ്പൊ ദൈവവേല ചെയ്യുന്ന സഹോദരൻ, വേറെ ഒന്നും ഓർക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവ്, 2 പേര് ഒരേ ആൻസർ ആണല്ലോ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി ഇവരോട് ആരോടും പറയത്തില്ല. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. ഞാൻ അന്ന് നിലമ്പൂരാണ് ശുശ്രൂഷിക്കുന്നത്. മലപ്പുറത്ത് നിലമ്പൂര് ചർച്ചിലെ പാസ്റ്ററായിട്ട് നിൽക്കുകയാണ്. ഞാൻ ഒത്തിരി വിഷമിച്ചു. കർത്താവ്, ഒരു ആശ്വാസം കിട്ടിയില്ലല്ലോ, അങ്ങനെയൊക്കെ ഒത്തിരി പ്രയാസപ്പെട്ടു ഞാൻ. അതിനുശേഷം ഞങ്ങള് ഹോസ്പിറ്റലിൽ വന്നു. ഡോക്ടർ കണ്ടു. ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, പാസ്റ്റർ റിപ്പോർട്ട് എല്ലാം നെഗറ്റീവാണ്, ഇതിനകത്ത് യാതൊരു പ്രതീക്ഷയില്ല. അതുകൊണ്ട് അങ്ങനെ നിരാശയുടെ വാക്ക് കേട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോന്നപ്പം ആ ഡോക്ടർ ഒരു നേഴ്സിനെ വിട്ടിട്ട് പറഞ്ഞു, 20 ദിവസം കഴിയുമ്പോൾ പാസ്റ്റർ വൈഫ് വരണം, ഒരു സ്കാനിങ് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, ശരി വരാം, എന്തായാലും ക്യാമ്പിനകത്താണല്ലോ, സ്കാനിങ്ങും ഫ്രീ ആണ്. അങ്ങനെ 20 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും രേഖയും കൂടെ ചെന്നിട്ട് ഹോസ്പിറ്റലിൽ സ്കാനിങ്ങിന് ചെന്നു. ഈ ഡോക്ടർ രേഖയും കൊണ്ട് സ്കാനിങ്ങിനകത്ത് പോയി. ഞാൻ ഡോക്ടറിന്റെ ടേബിളിൽ ഇങ്ങനെ ലജ്ജിക്കപ്പെടാൻ ഇടയാവില്ലേ കർത്താവേന്ന് എൻ്റെ തലയിൽ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ ടേബിളിൽ കവന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഡോക്ടർ അകത്ത് പോയി തിരിച്ചു വന്ന ഡോക്ടർ എൻ്റെ തോളെ തട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർ, നിങ്ങൾ ഭാഗ്യവാനാണ്, നിങ്ങളുടെ ഭാര്യ പ്രഗ്നന്റ് ആണ്. 4 വർഷത്തിന് ശേഷം ഇന്ന് കർത്താവ് എനിക്കൊരു ആൺകുഞ്ഞിനെ തന്നു. ഇന്ന് എൻ്റെ കുഞ്ഞിന് 8 വയസ്സുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ തന്നു. 3.5 വയസ്സിൽ എൻ്റെ കുഞ്ഞ് അഭിഷേകം പ്രാപിച്ചു. 3.5 വയസ്സിൽ എൻ്റെ കുഞ്ഞ് ഓർഗൻ വായിക്കാൻ തുടങ്ങി. ഇന്ന് ആലപ്പുഴ ചർച്ചിൽ കർത്താവ് കൂട്ടു സഹോദരങ്ങളുടെ കൂടെ ആരാധനയ്ക്ക് ഓർഗൻ വായിക്കുന്നത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ കുഞ്ഞാണ്. അവിടെ കൊണ്ട് തീർന്നില്ല അത്ഭുതം. അങ്ങനെ കർത്താവിന്റെ വേലയിൽ ഞങ്ങൾ മുമ്പോട്ട് പോയി. കർത്താവിന്റെ വേലയിൽ മുമ്പോട്ട് വന്നു കഴിയുമ്പം എനിക്ക് വീടില്ലായിരുന്നു. ഒരു മഴക്കാലത്ത് എൻ്റെ വീട്ടിൽ എത്ര പാത്രങ്ങൾ ഉണ്ടെന്ന് അറിയുന്നത് മഴ സമയത്താണ്. എല്ലാം ചോരുന്ന വീടായിരുന്നു. എന്നാൽ കർത്താവിന്റെ കൃപയാൽ എനിക്കൊരു വീട് പണിയാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. സാമ്പത്തികമായി വളരെ ഞെരുങ്ങിയിരിക്കുന്ന സമയത്ത് ദൈവം എൻ്റെ അതിരുകളെ വിശാലമാക്കി. എൻ്റെ കർത്താവ് അതിനുള്ള സകല മുഖാന്തരങ്ങളും കർത്താവ് ഒരുക്കി. ഇന്ന് പകൽ ആരെങ്കിലും വീടില്ലാതെ ഭാരപ്പെടുന്നവരെന്നെ കേൾക്കുന്ന ഞാൻ പറയട്ടെ, ഈ കർത്താവിനെ വിശ്വസിച്ച നിങ്ങൾ ലജ്ജിക്കാൻ കർത്താവ് ഒരിക്കലും ഇടയാക്കത്തില്ല. കർത്താവിനുള്ള സകല മുഖാന്തരം കർത്താവ് ഒരുക്കും. അതിനുശേഷം ഞാൻ മുമ്പോട്ട് വന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ലൊരു വാഹനമില്ലായിരുന്നു. ഒരു കാർ ഉണ്ടായിരുന്നു, എന്നും അത് വർക്ക്ഷോപ്പിലായിരുന്നു. വർക്ക്ഷോപ്പിൽ നിറക്കാൻ സമയമില്ല, എന്നും അത് വർക്ക്ഷോപ്പിലായിരുന്നു. എന്നാല് കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റായിട്ട് ഒരു കാറ് കിട്ടാൻ കർത്താവ് കൃപ തന്നു. തീർന്നില്ല, എൻ്റെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും കർത്താവ് എനിക്ക് ഉയർച്ച തന്നു. ഈ 2022 ഈ സമയം വരെ എൻ്റെ ജീവിതത്തിൽ 4 മരണത്തിൽ നിന്ന് ഞാൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഒന്നാമത്തെ മരണം കൊടുങ്ങൂർ സഭയിൽ ഞാൻ ശുശ്രൂഷകനായിരിക്കുമ്പോൾ, സ്വർഗീയ വിരുദ്ധ കൊടുങ്ങൂർ സഭയുടെ ശുശ്രൂഷകനായിരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി എൻ്റെ കുഞ്ഞ് കഴിച്ചതിന്റെ ബാക്കി ആ പ്ലേറ്റിലിരുന്ന 1 കഷ്ണം ബീഫ് ഞാൻ എടുത്ത് വായിലിട്ടു. ആ വായിലിട്ട് കഴിഞ്ഞപ്പോൾ കുഞ്ഞിന്റെ പങ്ക് കഴിച്ചതാ. ആ വായിലിട്ടപ്പോൾ അത് നെയ്യുള്ള
കഷ്ണമായിരുന്നു. വായിലിട്ടതും അതെന്റെ തൊണ്ടയ്ക്കോട്ട് വേഗം പോയി. ഞാന് എന്തോ എന്റെ ശരീരത്തിൽ സംഭവിക്കുന്ന എനിക്ക് തോന്നി. അടുത്ത 2 മിനിറ്റ് കഴിയുമ്പോൾ എന്റെ ശ്വാസം നിലയ്ക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. എന്റെ ദൃഷ്ടി മറയുന്ന പോലെ എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. എനിക്ക് ആരെയും വിളിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ നെഞ്ചത്ത് കൈയിട്ടടിക്കുകയാണ്. ഞാൻ ഓടി എന്റെ പരിക്കകത്ത് നടക്കുക, വെപ്രാളം കൊണ്ട് ഓടി നടക്കുകയാണ്. അപ്പോഴത്തേക്കും ഞാൻ രേഖയോട് പറഞ്ഞു, ഇങ്ങനെ നെഞ്ചത്ത് തൊട്ടിട്ട് പറഞ്ഞു എന്റെ ശ്വാസം മുട്ടുന്നെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഞാൻ താഴെ വീഴുന്ന ഒരു അനുഭവമായി. എന്റെ ഉള്ളിൽ ഞാൻ കർത്താവേ എന്ന് വിളിച്ചത് മാത്രം ഓർമ്മയുണ്ട്. വായും കൊണ്ട് വിളിക്കാൻ പറ്റത്തില്ല. എന്റെ തൊണ്ടയ്ക്കൂടെ ശബ്ദം വെളി വരത്തില്ല. ഞാൻ വെള്ളം കുടിക്കുന്നു, വെള്ളം ഇറങ്ങുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ വിചാരിച്ചു 2 മിനിറ്റ് കൊണ്ട് ഞാൻ ഈ ലോകത്തുനിന്ന് യാത്രയാവും. ഉള്ളിൽ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ നോക്കുമ്പോൾ എന്റെ തൊട്ടടുത്ത് അടുക്കളയിൽ പപ്പടം കുത്തുന്ന ഒരു കമ്പി കിടക്കുക. ആ കമ്പി എടുക്കുകയും എന്റെ ഉള്ളിൽ അങ്ങനെ തോന്നി. ഞാൻ ആ കമ്പി എടുത്ത് വായിലിട്ടിട്ട് ഒന്ന് പിടിക്കുകയും ആ ബീഫിന്റെ കഷ്ണം ആ കമ്പിയുടെ അറ്റത്ത് കുരുങ്ങി ഞാൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 1-ാമത്തെ മരണം, 2-ാമത്തെ മരണം കഴിഞ്ഞ വർഷം കർത്താവിന്റെ ദാസന്മാർ തോമസ് കുട്ടിയോറും തങ്കുവോറും മാവേലിക്കര വന്ന മീറ്റിംഗിൽ ഞാൻ അവിടുന്ന് ഫുഡ് കഴിക്കുകയും എന്റെ തൊണ്ടയ്ക്ക് എന്തോ പോയ പോലെ എനിക്ക് ഫീൽ ചെയ്ത ശേഷം ഞാൻ പെട്ടെന്ന് ദൈവദാസന്മാരോട് പോലും യാത്ര പറയാതെ ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്ത് ഓടിച്ച് എന്റെ വീട്ടിൽ പോയി. അവിടുന്ന് ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിൽ പോയി. വീട്ടിലിരുന്നാൽ എനിക്ക് എന്തോ ബുദ്ധിമുട്ട് പോലെ തോന്നി. പോകുന്ന വഴിക്കെല്ലാം ഞാൻ ഛർദ്ദിക്കുകയാണ്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ 4 മണിക്കേ ഉള്ളെന്ന് പറഞ്ഞു. അവിടെ വെച്ച് എന്റെ മുഖത്തിന്റെ ഭാവം മാറുന്നതുകൊണ്ട് സിസ്റ്റർ പെട്ടെന്ന് ഡോക്ടർമാരെ വരുത്തി. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ശ്വാസം മുറുകെ എടുക്കരുത്, നിങ്ങൾ ചുമയ്ക്കരുത്. ഈ മുള്ള്, വലിയൊരു മുള്ളിരിക്കുന്നു നിങ്ങളുടെ തൊണ്ടയ്ക്ക്. നിങ്ങൾ ചുമച്ചാൽ ആ മുള്ള് നിങ്ങളുടെ ലെങ്സിൽ പോവും. നിമിഷത്തിനകം നിങ്ങൾ ലോകത്ത് നിന്ന് യാത്രയാവും. ഇല്ലെങ്കിൽ ഞങ്ങൾ പരിശ്രമിക്കാം, ഇല്ല നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോകണം. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളെന്ന് ഇങ്ങനെ കൈ കൊണ്ട് പറഞ്ഞു. പുള്ളി ഏതായാലും ആ ഡോക്ടർ അവിടെ വെച്ച് ആ മുള്ളെടുത്തു. എന്റെ ചൂണ്ടുവരണ്ട അത്രയും നീളമുള്ള ഒരു മുള്ള് എന്റെ തൊണ്ടയ്ക്ക് നിന്ന്. അന്ന് ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം നടന്നു. നിങ്ങൾക്ക് മരണത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു. 2-ാമത്തെ മരണത്തിൽ നിന്ന് അങ്ങനെ ഞാൻ രക്ഷപ്പെടാൻ കർത്താവിനെ ഇടയാക്കി. 3-ാമത് ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്നത് ആലപ്പുഴയിലാണ്. സ്വർഗീയവരുന്ന ആലപ്പുഴ ചർച്ചിലാണ്. ഒരു ദിവസം രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ ആലപ്പുഴയിൽ നിന്ന് എന്റെ വീട്ടിലോട്ട് മടങ്ങി വരുന്ന വഴി അമ്പലപ്പുഴ മേൽപ്പാലത്തിൽ വെച്ച് എനിക്കെതിരെ വന്ന വണ്ടി എന്റെ വാഹനത്തിൽ ഇടിക്കുകയും ഞാൻ തെറിച്ചു പോവുകയും ചെയ്തു. ആ ഇടിയുടെ ആഘാതത്തിൽ ഏകദേശം 10-20,000 രൂപയോളം എന്റെ സ്കൂട്ടറിന് ചെലവായി. അതുപോലെ എനിക്ക് അപകടം പറ്റി. ഞാൻ തെറിച്ചു പോകുമ്പോൾ ഞാൻ കർത്താവേന്ന് മാത്രം വിളിച്ചു. അടുത്ത മിനിറ്റ് കഴിയുമ്പോൾ ആരോ ഒരാള് എന്നെ കസേര പിടിച്ചിരുത്തിയേക്കുന്ന പോലെ ആ പാലത്തെ ചാരിയിരിക്കുക. ഞാൻ നോക്കുകയും ആ അമ്പലപ്പുഴ ഫ്ലൈ ഓവറിൽ നിന്ന് താഴെ പോകണ്ട ഞാൻ അതുപോലെ തെറിച്ചു പോയി. എന്നെ ഇടിച്ച വണ്ടി വേറൊരു ട്രാൻസ്പോർട്ട് ബസ്സിൽ ഇടിച്ച് തെറിച്ചുപോയി. അത്രയും വലിയ ഇടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. അവിടുന്ന് എന്റെ കാലിൽ നീര് വന്നു. അതുവഴി വന്നൊരു പോലീസ് ഓഫീസർ എന്നെ പെട്ടെന്ന് മെഡിക്കൽ കോളേജിലാക്കി. ഞാൻ ആലപ്പുഴ സഭയിലെ എന്റെ കൂട്ടു സഹോദരങ്ങളെ, എന്നെ കർത്താവിൽ സ്നേഹിക്കുന്ന എന്റെ സഹോദരങ്ങളെ വിളിച്ചു. അവരെല്ലാം ഓടി വന്നു. ഓടി വരുമ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത്, നിങ്ങളുടെ കാലിന് ഒടിവുണ്ട് കേട്ടോ, അതുകൊണ്ട് നിമിഷങ്ങൾ വെച്ച് കാലിൽ നീര് വെക്കുകയാണ്. വലിയ നീരായി എന്റെ ഒരു കാലിന്റെ പൊത്തേക്ക്. ഡോക്ടർ പറഞ്ഞു, എന്തായാലും ആരെങ്കിലും വീട്ടിൽ നിന്ന് വരും. ഞാൻ പറഞ്ഞല്ല, എന്റെ സഹോദരങ്ങളായി ഇവരെല്ലാം, അവരുണ്ട്, സാരമില്ല. അവർ പറഞ്ഞു പ്ലാസ്റ്റർ ഇട്ടിട്ട് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ എന്റെ ചർച്ചിലെ ഒരു ഏരിയയുടെ ലീഡർ, എന്റെ കൂട്ടു സഹോദരൻ കുഞ്ഞുമോൻ എന്നാ ബ്രദറിന്റെ പേര്, കുഞ്ഞുമോൻ എന്റെ അടുക്കൽ വന്നു. ഒത്തിരി സഹോദരന്മാർ, പേര് പറയാനില്ല, ഒത്തിരി സഹോദരന്മാർ അവിടെ ഉണ്ട് ചർച്ചിലെ. അവിടുന്ന് കുഞ്ഞുമോൻ എന്റെ അടുക്കൽ വന്നപ്പോ ഞാൻ പറഞ്ഞു, കുഞ്ഞുമോന്റെ കൈ ഒന്ന് വെച്ച് എന്റെ കാലിൽ ഒന്ന് വെച്ച് പ്രാർത്ഥിച്ച്. കുഞ്ഞുമോൻ എന്റെ കാലെ കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ബ്രദറെ, ഈ കാലിന് ഒരു കുഴപ്പവും ഇല്ല, ഈ കാലിന് നീരൊന്നുമില്ല, ഈ കാലിന് ഒരു വിഷയവുമില്ല. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ അടുത്ത എക്സ്റേക്ക് എന്റെ സഹോദരങ്ങൾ എന്നെ കൊണ്ട് പോവുക, വീൽ ചെയറിൽ എന്നെ തെള്ളിക്കൊണ്ട് പോയിട്ട് എക്സ്റേ എടുത്ത് മടങ്ങി വന്ന് ഈ സഹോദരൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിനകത്ത് വലിയൊരു സന്തോഷം വന്നു. ഞാൻ ആ മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റി ഇരുന്ന് ചിരിക്കാൻ തുടങ്ങി. ചിരിച്ചപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടർ ചോദിക്കുക, തല വല്ലതും താഴെ അടിച്ചായിരുന്നോ, എന്തേലും ബുദ്ധിമുട്ടുണ്ടോ, തന്നെ ഇരുന്ന് ചിരിക്കുന്നത് എന്താണ്? അവർക്ക് പോലും അതിശയം. ഞാൻ പറഞ്ഞല്ല, കർത്താവ് ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു, അത് കണ്ട് ഞാൻ ചിരിക്കുക എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കേൾക്കണം, അടുത്ത എക്സ്റേക്കകത്ത് ഒരു ഞരമ്പിന് പോലും പ്രോബ്ലം ഇല്ലാതെ എന്റെ കർത്താവ് എന്നെ അത്ഭുതത്തോടെ അതിനകത്ത് നിന്നും വിടിവിച്ചു. എന്റെ കൂട്ടു സഹോദരൻ പ്രാർത്ഥിച്ചു, കർത്താവ് ആ പ്രാർത്ഥന കേട്ടു, എന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം തന്നു. മരണം 3 കഴിഞ്ഞു. 4-ാമത്തെ മരണം ഈ വർഷം ജനുവരി 4-ാം തീയതി
ദൈവദാസന്റെ അനുഗ്രഹിക്കപ്പെട്ട ദൂതൊക്കെ കേട്ട് നിനക്ക് വേണ്ടി വാതിൽ തുറന്നിരിക്കുന്നു എന്നുള്ള ദൂതൊക്കെ കേട്ട് മടങ്ങി വന്നു. ജനുവരി മാസം 8-ാം തീയതി ആയപ്പോൾ എനിക്ക് ചെറിയൊരു ഗ്യാസ് ട്രബിൾ പോലെ വന്നു. ഞാൻ അടുത്ത 9-ാം തീയതി അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയി. എന്റെ സ്വന്തം വണ്ടി ഓടിച്ചാ പോയെ. അവിടെ ചെന്നു, അവര് എന്റെ ECG എടുത്തു, ഒക്കെ എടുത്തിട്ട് പറഞ്ഞു ഗ്യാസിന്റെ പ്രോബ്ലം ആണെന്ന് പറഞ്ഞു. എനിക്ക് ഗ്യാസിന്റെ ഇഞ്ചക്ഷൻ തന്നു, എന്നെ മടക്കി അയച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഒരു കുഴപ്പമില്ല, മരുന്ന് മേടിച്ച് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മരുന്ന് മേടിച്ച് ഇറങ്ങുമ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നിന്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അത്ഭുതം എന്ന് പറയട്ടെ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അങ്ങനെ അടുത്തുള്ള വേറൊരു ഹോസ്പിറ്റലിൽ കടന്നുപോയി. എന്റെ ബൈപ്പാസ് സർജറി കഴിഞ്ഞു. ഞാൻ ഒത്തിരി ഭാരപ്പെട്ട സർജറിയുടെ കാര്യത്തിന് വേണ്ടി, സാമ്പത്തികമായി ഒക്കെ ഒത്തിരി ഭാരപ്പെട്ടു. ഞാൻ അതിവേഗം മുമ്പോട്ട് പോകട്ടെ. ഞാൻ ഒത്തിരി ഭാരപ്പെട്ട സമയത്ത് ഒരിക്കൽ ഒരു ദൈവദാസൻ എന്നോട് ദൂത് പറയുന്നു, ആ ദൈവദാസ, ദൈവം നിങ്ങളുടെ പ്രവൃത്തി അറിയുന്നു. ദൈവം നിങ്ങളുടെ സകല ആവശ്യങ്ങൾക്കും വേണ്ടി ഈ ഓപ്പറേഷന് വേണ്ടതെല്ലാം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ദൈവദാസന്മാരെ സൽക്കരിച്ചതും ദൈവനാമത്തിൽ വിതച്ചതും ദൈവം മറന്നിട്ടില്ല. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ എന്തൊക്കെ ദൈവനാമത്തിൽ ചെയ്തോ അതെല്ലാം കർത്താവ് ഓർമ്മ വെച്ച് നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും അനുഗ്രഹിക്കുന്ന കർത്താവ്. എന്റെ സർജറിക്ക് വേണ്ട എല്ലാം കർത്താവ് ഒരുക്കി. സർജറി കഴിഞ്ഞ് ഡിസ്ചാർജ് ആവുന്ന ദിവസം ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ സാക്ഷ്യം പറയുകയാണ്, കൂടെ നിൽക്കുന്ന ഡോക്ടർമാരുടെ മുമ്പിൽ വെച്ച് പറയുകയാണ്, എന്റെ ജീവിതത്തിൽ ഇത്രയും നാൾ ഞാൻ പലരെയും ഓപ്പറേഷൻ ചെയ്തു, പക്ഷേ ഈ ഒരു ഓപ്പറേഷൻ ആദ്യമായിട്ട് ആരോ എന്റെ കയ്യെ പിടിച്ച് ഓപ്പറേഷൻ ചെയ്യുന്നത് പോലെ പാസ്റ്ററുടെ സർജറി ചെയ്യുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതുകൊണ്ട് പാസ്റ്റർ, നിങ്ങൾ ഒന്നിനും ഭാരപ്പെടേണ്ട, നിങ്ങൾ ഒന്നിനും വിഷമിക്കേണ്ട. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മനുഷ്യനാണ് നിങ്ങൾ. സോ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഒരു ജീവനോടിരുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെ വർണ്ണിപ്പാൻ ദൈവം എനിക്ക് തന്ന എല്ലാ ഭാഗ്യത്തിനായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. 2024 തീർന്നു പോകേണ്ട സ്ഥലത്ത് അനേകർ അറ്റാക്ക് വന്ന് ലോകത്തുനിന്ന് യാത്രയായപ്പോൾ എന്റെ കഴിവല്ല, എന്റെ മിടുക്കല്ല, ദൈവത്തിന്റെ കൃപയാൽ വീണ്ടും ദൈവദാസന്മാർ കൂടെ ചേർന്ന് നിന്ന് ശുശ്രൂഷിപ്പാൻ കർത്താവിന് വലിയ വിധത്തിനായി നന്ദി. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. താങ്ക് യു ജോൺസൺ ബ്രദറെ. കർത്താവ് തന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെയാണ് നമ്മൾ കേട്ടത്. ദൈവത്തിന് ഒന്നും അസാധ്യമായില്ല. ഹല്ലേലൂയ. നമ്മൾ ഈ 4 മരണത്തിൽ നിന്നും താൻ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ഇപ്പൊ നമ്മൾ കേൾക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അതിന്റെ മധ്യത്തിലും ദൈവം അത്ഭുതം ചെയ്യാൻ മതിയായത്. ഇന്ന് ദൈവത്തിന് ഒരു അസാധ്യമായ ഒരു കാര്യങ്ങൾ പോലുമില്ല. ഇന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ, നിങ്ങളുടെ പ്രവർത്തികൾ നോക്കാതെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ ദൈവം അത്ഭുതം ചെയ്യാൻ റെഡിയാ. ആ അത്ഭുത സാക്ഷ്യങ്ങളെ നമ്മൾ കേട്ടത്. ഇന്നും പകലും യേശു ക്രിസ്തു ജീവനോടെ ഉള്ളത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാം അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഉറച്ച വിശ്വാസം നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പം പറഞ്ഞ പോലെ വേറെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന അനേകർ നമ്മളെ കേൾക്കുന്നുണ്ടാവും. ഈ നിമിഷം വേറെ അങ്ങനെയുള്ള വ്യക്തികൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കാമോ വേറെ? പ്രാർത്ഥിക്കാം. പിതാവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവിടുന്ന് ഞങ്ങളുടെ സഭയ്ക്ക് തന്ന അധികാരത്തിലും അഭിഷേകത്തിൽ നിന്നുകൊണ്ട് ദൈവദാസരായി ഞങ്ങൾ ചേർന്ന് ഇന്ന് പകൽ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്തവർക്ക് ഭവനം ലഭിക്കട്ടെ, തലമുറയില്ലാത്തവർക്ക് തലമുറ ലഭിക്കട്ടെ, മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉദരങ്ങളിൽ തലമുറ ഉരുവാകട്ടെ. കർത്താവ്, ജീവിത ഭാരങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്, രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. എന്നെ കേൾക്കുന്ന ആരോ എന്റെ അതേ അവസ്ഥയിലൂടെ സാമ്പത്തികമായ ഞെരുക്കത്തിൽ കടന്നു പോകുന്നവരുണ്ട്. ഈ വർഷം പുതിയ വാതിലുകളെ തുറക്കുന്ന വർഷമായി തീർന്നതിനായി നന്ദി. അത്ഭുത വഴികളെ തുറന്നതിനായി സ്തോത്രം. തലമുറയെ ഓർത്ത് ഭാരപ്പെടുന്ന പ്രിയ മാതാവേ, നിന്റെ തലമുറയെ ദൈവം ഒരു അനുഗ്രഹമാക്കി ഒരത്ഭുതമാക്കി മാറ്റാൻ പോവുകയാണ്. അടിയന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്ത കർത്താവ്, ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുക, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. തലമുറകളുടെ നന്മ മാതാപിതാക്കൾ അനുഭവിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചില തലമുറകളുടെ ജീവിതത്തിൽ പുതുവഴികൾ തുറക്കപ്പെടുന്നു, പുതുവഴികൾ തുറക്കപ്പെടുന്നു. നടക്കത്തില്ലെന്ന് പറഞ്ഞത്, അസാധ്യമെന്ന് പറഞ്ഞത് കർത്താവ് സാധ്യമാക്കാൻ പോകുന്നു. കർത്താവ് അപ്രകാരം ചെയ്തതിനായി നന്ദി. അത്ഭുത സാക്ഷ്യം കേൾപ്പിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞെന്ന് നമ്മൾ വിശ്വസിക്കണം. കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യും. അപ്പോൾ തന്നെ തുടർന്ന് നമ്മുടെ ദൈവവചനമായിട്ട് നമ്മുടെ മധ്യത്തിലായിരിക്കുന്നത് ഷിബു ബ്രദറാണ്. എലുവന്തിട്ടയിൽ നിന്നും ബ്രദർ തന്റെ ദൈവവചനത്തിലൂടെ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. ഓവർ ടു ഷിബു.
ഹല്ലേലൂയ. വീണ്ടും യേശു ക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. അപ്പോൾ തന്നെ എന്റെ ആത്മീയ പിതാവായ തങ്കുവറിന്റെ സ്നേഹവും വന്ദനവും ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന, അപ്പോൾ തന്നെ ഇനി കേൾക്കുവാൻ പോകുന്ന എല്ലാവർക്കും കൈമാറുന്നു. അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യം ജോൺസൺ ബർണിൽ കൂടെ തന്റെ ജീവിതാനുഭവങ്ങൾ യേശു തന്റെ കർത്താവായി തീർന്നത് കൊണ്ട്, അല്ലെങ്കിൽ താൻ യേശുവിനെ കർത്താവായി അംഗീകരിച്ചത് കൊണ്ട് തന്റെ ജീവിതം എത്രത്തോളം മാനിക്കപ്പെട്ടു, പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ വന്നിട്ടും അവിടെ ഒന്നും തകർന്നു പോകാൻ സമ്മതിക്കാതെ, പലരും തകർന്നു പോയ സ്ഥാനത്ത്, പലരും വീണുപോയ സ്ഥാനത്ത്, പലരും പരാജയപ്പെട്ടു പോയ പ്രശ്നങ്ങളിൽ താൻ കടന്നു പോയിട്ടും അവിടെ ഒന്നും പരാജയപ്പെട്ടു പോകാതെ, വീണു പോകാതെ, മുങ്ങിപ്പോകാതെ തന്റെ ഉള്ളം കരത്തിൽ വഹിച്ചിരിക്കുകയാണെന്ന് ഒരിക്കൽ കൂടെ ജോൺസൺ ബർണിന്റെ ജീവിതത്തെ ചൂണ്ടിക്കാട്ടി യേശു കർത്താവ് തന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി കാണിച്ചു. ഞാൻ സ്വർഗീയ വിരുന്നിൽ വന്ന കാലത്ത് ഏകദേശം ഞാൻ 13 വർഷത്തോളമായി ഞാൻ സ്വർഗീയ വിരുന്നിൽ കർത്താവിനെ ആക്കിയിട്ട്, അന്നു മുതൽ എനിക്ക് വളരെ ആത്മീയബന്ധവും സ്നേഹബന്ധമുള്ളൊരു സഹോദരനും ഒരു ദൈവാസനമാണ്. കർത്താവിനാൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ടിരുന്ന ദൈവാസനാണ്. ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്, ഒരുമിച്ച് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം തന്റെ ജീവിതം ഒരു മാതൃകയായിരുന്നു. ഇന്ന് ഞങ്ങളെ കേൾക്കുന്നവർ ജോൺസൺ ബ്രദറിനെ കൂടെ കർത്താവ് ചെയ്ത കാര്യം, അല്ലെങ്കിൽ ജോൺസൺ ബ്രദറിനോട് കർത്താവ് ചെയ്ത കാര്യം നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ. ഇതേപോലത്തെ വിഷയത്തിലോ അല്ലെങ്കിൽ ഇതിലും രൂക്ഷമായ വിഷയത്തിലോ ഇരിക്കുന്നവരോട് ഞാൻ പറയാം, ജോൺസൺ ബ്രദറിനെ വിടുവിച്ച, ജോൺസൺ ബ്രദറിനെ മാനിച്ച, ജോൺസൺ ബ്രദറിനെ അനുഗ്രഹിച്ച, ജോൺസൺ ബ്രദറിനെ കുടുംബത്തെയും ദേശത്ത് ലജ്ജിച്ചു പോകാതെ നിർത്തിയിരിക്കുന്ന യേശു ഇന്ന് ജീവനോടെ ഉണ്ട്. അത് ആര് വിശ്വസിച്ചാലും യേശുവിന്റെ സ്നേഹം ആ വിശ്വസിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ വെളിപ്പെട്ടിരിക്കും. അതിന് യാതൊരു തർക്കവുമില്ല. ഇന്ന് അനുഷ സിസ്റ്ററുണ്ട്, ആതിര സിസ്റ്ററുണ്ട്, അപ്പോൾ തന്നെ ഈ ശുശ്രൂഷയുടെ പിന്നിൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന സഹോദരന്മാരുണ്ട്. അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാം ജീവിതത്തിൽ നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ ഒരുപാട് കർത്താവിന്റെ സ്നേഹത്തിന്റെ പ്രദർശനമുണ്ട്. ഇന്നത് പറയാൻ അവർക്കൊന്നും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പറ്റുകയുമില്ല. എന്നാൽ ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഓരോ വ്യക്തികളും ഞാൻ പറയാം, നിങ്ങൾ തകർന്നു പോകത്തില്ല. നിങ്ങൾ യേശുവിനെ അംഗീകരിച്ചാൽ മതി, യേശുവിന്റെ വാക്കിനെ വിശ്വസിച്ചാൽ മതി. ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന പ്രതിസന്ധിയിൽ നിങ്ങളെ സഹായിക്കാൻ ആരുമില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കും. എന്നാൽ ഏത് സാഹചര്യത്തിൽ, ഏത് അവസ്ഥയിലും നിങ്ങളെ സഹായിക്കുവാനും നിങ്ങളെ മാനിക്കുവാനും കഴിയുന്ന ഒരാളെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. ആ ആളിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയുവാനുള്ളൂ. ആ ആളിനെ കുറിച്ച് സ്വർഗീയ വിരുന്നിന് പറയുവാനുള്ളൂ. ആ വ്യക്തിയെ കുറിച്ച് ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന ദൈവാസന്മാർക്ക് പറയുവാനുള്ളൂ. അതിനുവേണ്ടിയാണ് കർത്താവ് സ്വർഗീയ വിരുന്നിനെ നിർത്തിയിരിക്കുന്നത്. ആ യേശു ജീവനോടെ ഉണ്ട്, അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ലെന്ന് ഇന്ന് ധൈര്യമായിട്ട് എന്റെ പ്രിയ സഹോദരങ്ങളോട് ചേർന്ന് എനിക്കും പറയുവാൻ കഴിയും. ജോൺസൺ പറഞ്ഞ പോലെ എല്ലാവരും എഴുതിത്തള്ളിയ, തകർന്നു പോയി ഇനി ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് എല്ലാവരും എഴുതിത്തള്ളിയ ഒരു ജീവിതം എന്റെയും ജീവിതം. പക്ഷെ എന്ന് ഞാൻ യേശുവെ നീ എന്റെ കർത്താവെന്ന് പറഞ്ഞു, ഞാൻ നിന്നെ അംഗീകരിക്കുന്നു, നിന്റെ കർത്തൃത്വത്തെ ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞോ, അന്ന് മുതൽ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറി. ജോൺസൺ പറഞ്ഞ കുഞ്ഞുങ്ങൾ 2 പേരുണ്ട്. ഒരാൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഒരാൾ വർക്ക് ചെയ്യുന്നു, പഠനം കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാര്യയുണ്ട്, അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഇന്ന് നിൽക്കുന്ന സാഹചര്യങ്ങൾ, ഇന്ന് നിൽക്കുന്ന ആ നന്മകൾ, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നന്മകളെ നോക്കുമ്പോൾ ഒന്നും അങ്ങോട്ട് കൊടുത്തിട്ടല്ല, എല്ലാം ഇങ്ങോട്ട് മേടിക്കുമായിരുന്നു. അതാ സ്നേഹം എന്ന് പറഞ്ഞു. അങ്ങോട്ടൊന്നും കൊടുത്തിട്ടല്ല, എല്ലാം ഇങ്ങോട്ട് തരിക. അതാ യേശു എന്ന് പറയുന്നത്. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും പറയാം, നിങ്ങളുടെ ആവശ്യം എന്തും ആയിക്കോട്ടെ, നിങ്ങളെ ആരും സഹായിക്കാനില്ല നിങ്ങൾ പറയരുത്. നിങ്ങളെ സഹായിക്കുവാൻ ഒരാളുണ്ട്. ആ ആളിനെയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തിരുന്നത്. ആ ആളിന്റെ പേര് യേശു എന്നാണ്. ഞങ്ങളെ സഹായിച്ച യേശു, ഞങ്ങളെ ഉയർത്തിയ യേശു, ഞങ്ങളെ ദിനം പ്രതി നടത്തുന്ന യേശു, അത് വിശ്വസിക്കുന്ന ആരെയും സഹായിപ്പാൻ തക്കവണ്ണം താൻ ശക്തനാണ്. റോമാലേഖനം 10-ാം വാക്യയുടെ വചനം ഇങ്ങനെ പറഞ്ഞേ, അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല.
ഇന്ന് നിങ്ങൾ ഈ ശുശ്രൂഷ കാണുമ്പോൾ, നിങ്ങൾ ഇതിൽ പങ്കാളിയാവുമ്പോൾ നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞ, ജോൺസൺ ബ്രദറിനെ മാനിച്ച കർത്താവേ, വിടുവിച്ച കർത്താവേ, എന്നെ വിടുവിപ്പാൻ നീ ശക്തനാണ് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇത്രയും പറഞ്ഞേച്ചാൽ മതി. യേശുവെ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നിടത്ത് കർത്താവ് ഇറങ്ങി വരും. അതാ യേശുവിന്റെ സ്നേഹം. നമുക്ക് പെട്ടെന്ന് ഒരു വചനം വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഫിലിപ്പിയർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം അനുശേഷിച്ച് വായിക്കും. വായിച്ചു സിസ്റ്ററെ. എപ്പോഴും ഫിലിപ്പിയർ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. ആമീൻ, ആമീൻ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ ഒരാൾ രക്ഷകനും കർത്താവ് അംഗീകരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ആ വ്യക്തിയിലേക്ക് കർത്താവ് കടന്നു വരും. ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക്, ആ വ്യക്തിയുടെ മുഴുവൻ കാര്യങ്ങൾ, ഈ ലോകത്തിലെ മാത്രമല്ല, ഈ ലോകത്ത് വരുവാനുള്ള ലോകത്തിലേക്കുള്ള മുഴുവൻ കാര്യങ്ങൾക്കും യേശു കർത്താവായി തീരുകയാണ്, യേശു ഉത്തരവാദിയായി തീരുകയാണ്. ഇവിടെ ഫിലിപ്പിയർ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയാം, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയിൽ ദൈവിക പ്രവൃത്തി ആരംഭിക്കുകയാണ്. നല്ല പ്രവൃത്തി ചെയ്യുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഒരിക്കൽ കർത്താവിന്റെ അടുക്കൽ ചെന്ന യഹൂദന്മാര് അവർ കർത്താവിനോട് ചോദിച്ചു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചു. യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചത്. അപ്പൊ യേശു ഇപ്രകാരം അവരോട് തിരിച്ചു മറുപടി പറഞ്ഞു, താൻ അയച്ചവനിൽ വിശ്വസിക്കുന്നത് അത്രേ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി. അപ്പോൾ ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ അംഗീകരിക്കുമ്പോൾ ഒന്ന്, ആ വ്യക്തിയുടെ മേൽ പിതാവായ ദൈവം പ്രസാദിക്കുകയും, 2, തന്റെ നല്ല പ്രവൃത്തികൾ ആ വ്യക്തിയിൽ ആരംഭിക്കുകയും ചെയ്യുക. അതായത് യേശു ഉയർത്തെഴുന്നേറ്റ് ജീവനോടെ ഉണ്ട്, ദൈവം സ്നേഹമാണെന്ന് ആ വ്യക്തിയുടെ ജീവിതം കൊണ്ടും ആ വ്യക്തിയിൽ കൂടെയും തെളിയിച്ചു കാണിക്കുന്ന ഒരു പരിപാടിയാണ് യേശുക്രിസ്തുവിനെ കർത്താവ് അംഗീകരിക്കുന്ന വിശ്വാസ ജീവിതം. നമ്മളെല്ലാം വിശ്വാസ ജീവിതം എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. വിശ്വാസ ജീവിതം, അല്ലെങ്കിൽ ബന്ധുക്കൂസിൽ ചേർന്നു, അല്ലെങ്കിൽ ജോൺസൺ പറഞ്ഞ പോലെ കൈകൊട്ടി പാടാൻ പോയി, ഇപ്പൊ അവര് അവിടെയാണ് ഇങ്ങനെ പറയുമല്ലോ. അത് ആളുകൾ എന്തെല്ലാം പറഞ്ഞാലും ക്രിസ്തുവേശുള്ള പിതാവിന്റെ ആ കാഴ്ചപ്പാടെന്ന് പറയുന്നത്, അവനിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിക്കുവാൻ വേണ്ടി ആ വ്യക്തി തന്റെ ജീവിതത്തിന്റെ വാതിൽ കർത്താവിന് വേണ്ടി തുറന്നു കൊടുത്തു. ഞാനിന്ന് ഇവിടെ ഇത് പറയുമ്പോഴത്തേക്ക്, ഇന്ന് നന്നായിട്ട് പഠിച്ചിട്ട് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, നല്ല ഡിഗ്രി ഒക്കെ ഉണ്ട്, എന്നിട്ടും വേണ്ടുമണ്ണം ഉയർച്ച പ്രാപിക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തി ഞങ്ങളെ കേൾക്കുന്നുണ്ട്. നിങ്ങളോട് ഞങ്ങൾക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, നിങ്ങൾ ഞങ്ങളുടെ സഭയിൽ വരണമെന്ന് ഒരിക്കലും ഞങ്ങൾ പറയത്തില്ല, ഇന്നിടത്ത് പോകണമെന്ന് ഞങ്ങൾ പറയത്തില്ല. പക്ഷേ ഞങ്ങൾ ഈ പറയുന്ന ആളിന്റെ കൂടെ നിങ്ങളൊന്ന് കൂടിക്കേ, ആ ആളിനെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് കൂട്ടിക്കേ. ആ ആളിന്റെ പേരാണ് യേശു. യേശുവെ എന്റെ ജീവിതത്തിലേക്കൊന്ന് വരണേ, എന്റെ കർത്തൃത്വം ഒന്ന് ഏറ്റെടുക്കണേ. എനിക്ക് വേണ്ടി ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ജീവിതം നീ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് നീ ക്രൂശിൽ മരിക്കുകയും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുകയും ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്ന. ഒറ്റ വാക്ക് പറഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ മതി, ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപേ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിരിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ നൽകി തരുവാൻ തക്കണം കർത്താവ് ശക്തനാണ്. 2024 സഭയ്ക്ക് വേണ്ടി കർത്താവ് നൽകിയിരിക്കുന്ന ദൂത് ഇതാണ്. ആ ദൂത് ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ആർക്കും തുറക്കുവാൻ കഴിയാത്തൊരു വാതിൽ ഇന്ന് തന്നെ, നിങ്ങൾ വിശ്വസിക്കുന്ന നിമിഷം തന്നെ കർത്താവ് തുറന്നിരിക്കും. ആ വാതിലിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രവേശിപ്പിച്ചിരിക്കും. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൽ 23-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്. ഒന്ന് വായിക്കാമോ? 14:23 വായിക്കാമോ ആദ്യ സിസ്റ്ററെ? യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. ആമേൻ, 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 ഹല്ലേലൂയ. നമ്മള് രക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ യേശുവിനെ വിശ്വസിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആളുകൾ ധരിച്ചു വെക്കും ഇത് മതം മാറ്റമായി, ഇത് ഏതാണ്ട് പ്രത്യേക പ്രോസസ്സിംഗ്, ഇത് ഇവരുടെയൊക്കെ എന്നോ ഒരു തന്ത്രമാണ്, ഇവരുടെ കൂട്ടത്തിൽ ആളുകളെ കൂട്ടാൻ വേണ്ടിയുള്ളൊരു പരിപാടിയാണെന്ന് പലപ്പോഴും ആളുകൾ പറയാറുണ്ട്. പക്ഷെ ഇവിടെ ദൈവവചനം വ്യക്തമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 14:23 യേശു കർത്താവ് തന്റെ വായ്മൊഴിയാൽ പറഞ്ഞ കാര്യമാണ് ഇവിടെ വായിച്ചത്.
എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. എല്ലാവരും ദൈവത്തെ സ്നേഹിക്കും, കർത്താവിനെ സ്നേഹിക്കുവാൻ എല്ലാവർക്കും വലിയ താല്പര്യമാണ്. പക്ഷെ കർത്താവ് പറയും, എന്നെ സ്നേഹിക്കുന്നവൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കും. മാത്രമല്ല എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. യേശു പറയുന്ന കാര്യങ്ങൾ ഒരാൾ അംഗീകരിച്ചാൽ, അല്ലെങ്കിൽ യേശുവിനെ ഒരു വ്യക്തി അംഗീകരിച്ചാൽ, ഇവിടെ വചനം പറയും ആ വ്യക്തിയെ പിതാവായ ദൈവം സ്നേഹിക്കും. മാത്രമല്ല ഞങ്ങൾ അവന്റെ അടുക്കൽ കടന്നു വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് വീണ്ടും ജനിച്ച യേശുക്രിസ്തുവിനെ രക്ഷകൻ കർത്താവ് അംഗീകരിച്ചിരിക്കുന്ന എല്ലാ വ്യക്തിയോടും പറയാം, നിങ്ങൾ ഏത് മതവിഭാഗത്തിൽ വിശ്വസിക്കുന്നവരായിക്കോട്ടെ, ഏത് പള്ളിയിൽ പോകുന്നവരായിക്കോട്ടെ, അത് നിങ്ങളുടെ ഒരു കാര്യം പറയുവാനുണ്ട്. നിങ്ങൾ യേശുവിനെ കർത്താവായി അംഗീകരിച്ച നിമിഷം തന്നെ, അല്ല അംഗീകരിക്കുന്ന നിമിഷം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹം ഉണ്ടാകും, വലിയൊരു അത്ഭുതം നടക്കും. പിതാവായ ദൈവം പുത്രനായ യേശുവിനോടുകൂടെ പരിശുദ്ധാത്മാവായി നിങ്ങളുടെ ഉള്ളിൽ വന്ന് നിങ്ങളുടെ കൂടെ വന്ന് വസിക്കും. പിന്നീട് നിങ്ങൾ വിശ്വസിക്കണം, പിന്നീടുള്ള കാര്യങ്ങളെല്ലാം, പ്രവർത്തികളെല്ലാം ഉയരത്തിൽ നിന്നുള്ള പ്രവർത്തികളായിരിക്കും, സ്വർഗത്തിൽ നിന്നുള്ള പ്രവർത്തികളായിരിക്കും. നമ്മൾ യാക്കോബ് അപ്പോസ്തലൻ ലേഖനം വായിക്കുമ്പോൾ അവിടെ വചനം ഇങ്ങനെ പറഞ്ഞു, എല്ലാം നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്നും വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്നും ഇറങ്ങി വരുന്നു. അത് ആരിലേക്കാണ് ഇറങ്ങി വരുന്നത്? യേശു ആരുടെ കൂടെയാണോ വസിക്കുന്നത്, അല്ലെങ്കിൽ യേശുവിനെ ആരാണോ തന്റെ കൂടെ വസിക്കുവാൻ അനുവദിക്കുന്നത്, ആ വ്യക്തിയുടെ കൂടെയും അവന്റെ കുടുംബത്തിന്റെ കൂടെയുമാണ് ഹല്ലേലൂയ ഉയരത്തിൽ നിന്നുള്ള നന്മകൾ, അല്ലെങ്കിൽ ദൈവിക അനുഗ്രഹങ്ങൾ, ദൈവിക നന്മകൾ വെളിപ്പെട്ടു വരുന്നത്. എന്ന് സ്വർഗീയ സഭയിൽ ഹല്ലേലൂയ സഹോദരങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ഹല്ലേലൂയ സഹോദരങ്ങളുണ്ട്. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് പറയുവാനുള്ളത് ദൈവിക നന്മകളെ കുറിച്ച്. പക്ഷെ അതിന്റെ എല്ലാം ഉറവിടം ഒറ്റയൊരാളാണ്, യേശു. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കാളികളായിരിക്കുന്നത്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സഹോദരന്മാർ ചോദിച്ചാലും അവർക്കെല്ലാം ഒറ്റ കാര്യം പറയുള്ളൂ, യേശു എന്റെ കർത്താവായതുകൊണ്ട് ഞാൻ ഉയർച്ച പ്രാപിച്ചു. ഇന്നൊരു ജോലിക്ക് വേണ്ടി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആരോ ഉണ്ട്, വിദേശത്തേക്ക് പോകാൻ വേണ്ടി നാളുകളായിട്ട് ട്രൈ ചെയ്തിട്ടും ഒരു വിസ ലഭിക്കാത്ത ആരോ ഞങ്ങളെ കേൾക്കുന്നുണ്ട്. ഈ ഇരിക്കുന്ന നിമിഷം നിങ്ങളൊന്ന് പറഞ്ഞേ, യേശു എന്റെ കർത്താവായതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന രാജ്യത്തേക്ക് കർത്താവ് എന്നെ അയക്കും. 107 സങ്കീർത്തനത്തിൽ വചനം ഇങ്ങനെ പറയുന്നുണ്ട്, 107 വാക്യം ഇങ്ങനെ പറയുന്നത്, അവർ പാർപ്പാൻ തക്ക പട്ടണങ്ങളിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയെ നടത്തും. യേശു കർത്താവായി കഴിഞ്ഞാൽ പിന്നെ നടപ്പ് മുഴുവൻ ദൈവിക വഴികളിലാണ്. നമ്മൾ നടക്കുമല്ല, കർത്താവ് നമ്മളെ നടത്തിക്കോളും. നമ്മളെ എവിടെ എത്തിക്കണം, എത്രത്തോളം നമ്മളെ ഉന്നതിയിൽ എത്തിക്കണം, ഈ ലോകത്തിൽ വെച്ച് തന്നെ ദൈവിക അനുഗ്രഹത്തിന്റെ ഉന്നതിയുടെയും ഒരു അളവ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് നടത്തും. ഇന്നെ കേൾക്കുന്ന ആരോ പ്രിയപ്പെട്ടവർ പറയാം, ആ വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തി പറയാണ്, എന്റെ സുഹൃത്തുക്കളൊക്കെ പോയി, എന്റെ സഹോദരങ്ങളൊക്കെ പോയി, എനിക്ക് മാത്രം പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ അത്ഭുതത്തിന്റെ ദിവസമാണ്, ഇന്ന് നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ ദിവസമാണ്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ട വാതിലിൽ കൂടെ നിങ്ങൾ ആ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുന്ന നിമിഷമാണ്. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എന്റെ യേശുവാണ് എന്റെ കർത്താവ് എന്ന് ഒറ്റ നിമിഷം അവിടെ ഇരുന്നോണ്ട് പറഞ്ഞാൽ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ എലമന്തട്ട സഭയുടെ ശുശ്രൂഷകനായ കർത്താവ് എന്നെ ആക്കി വെച്ചിരിക്കുന്നു. കോവിഡിന് മുൻപ്, കോവിഡ് പ്രഖ്യാപിക്കുന്നതിന് 1 മാസം മുമ്പേ അവിടുത്തെ ഒരു സഹോദരി അവർ ഗൾഫിലായിരുന്നു, രണ്ടുപേരും 2 സ്ഥലത്തായിരുന്നു. സഹോദരൻ കുവൈറ്റിലും സഹോദരി ഖത്തറിലുമായിരുന്നു. സഹോദരി ടീച്ചറായിരുന്നു, സഹോദരന് ഒരു കമ്പനിയുടെ സൂപ്പർവൈസറായിരുന്നു. അവർ രണ്ടുപേരുടെ കുവൈറ്റിലേക്ക് പോകാൻ വേണ്ടി രണ്ടുപേരും തിരികെ വന്നു. പക്ഷെ രണ്ടുപേർക്കും തിരികെ പോകാൻ പറ്റിയില്ല. നാട്ടുകാർ മൊത്തം കളിയാക്കി. കുട്ടിപ്പാടാൻ പോയിട്ട് എന്തോ കിട്ടി, എല്ലാ ഞായറാഴ്ചയും പോകുന്നുണ്ടല്ലോ, വീട്ടിൽ പ്രാർത്ഥന നടത്തുന്നുണ്ടല്ലോ, ശുശ്രൂഷകരാന്ന് പറയുന്നുണ്ടല്ലോ, ഒരു ശുശ്രൂഷകരാ പറയുന്നുണ്ടല്ലോ, എന്തോ കിട്ടി എന്ന് ചോദിച്ച് വിശ്വാസികളായ ബന്ധുക്കൾ വരെ കളിയാക്കി. പക്ഷെ ആ സമയത്ത് അവർക്ക് ഭാരവും പ്രയാസം ഉണ്ടായി. ആ സമയത്ത് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളെ വിളിച്ച യേശുവാണ്, അവൻ വിശ്വസ്തനാണ്, അവൻ ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠകരമായത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 5:30 ഫ്ലൈറ്റിന് ആ സഹോദരി ബഹ്റിനിലേക്ക് പോവുകയാണ്. ആ ജോലി അവർക്ക് കിട്ടുമ്പോൾ, ആ വിസ അവർക്ക് റെഡിയാക്കി കിട്ടുമ്പോഴത്തേക്ക് ആ കൊണ്ടുപോകുന്ന സ്ഥാപനം അവർ ഓഫർ ചെയ്തിരിക്കുന്നത്, ആദ്യം സിസ്റ്റർ കടന്നു വരിക, അതിനുശേഷം പുറകെ ബ്രദറിന് വരുവാനുള്ള
വിസ ഞങ്ങൾ തന്നേക്കാം, ഞങ്ങൾ റെഡിയാക്കിയേക്കാം, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ താമസിക്കാം. ഹല്ലേലൂയ. ഇതാ യേശു. തകർന്നു പോയെന്ന് ലോകം പറയും, പക്ഷെ കർത്താവ് പറയും ഇല്ല, തകരത്തില്ലെന്ന് പറയും. ഞാൻ പെട്ടെന്ന് ഒരു സംഭവങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഒരു വീട്ടിൽ ഒരാൾ കർത്താവിന് വേണ്ടി ജീവിതം കൊടുത്താൽ, ഒരുവന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ അത് അവരുടെ മേൽ മാത്രമല്ല, അവരുടെ തലമുറകളിൽ അത് വെളിപ്പെട്ടിരിക്കും. ഇപ്പൊ ജോൺസമ്മന്റെ സാക്ഷി നമ്മൾ കേട്ട ആ 7 വയസ്സുള്ള മകൻ, അവനും ശുശ്രൂഷയിൽ പങ്കാളിയാ. അവനും കർത്താവിന് വേണ്ടി തന്നാൽ കഴിയുന്ന വിധം തനിക്ക് ലഭിച്ച കൃപയ്ക്കനുസരിച്ച് അവനും അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ വർദ്ധിച്ചു വരും, അത് യാതൊരു തർക്കവുമില്ല. ഇതൊരു ഉണർവാണ്, സ്വർഗീയത്തിന്റെ ഉണർവാണ്. രാജ്യങ്ങൾക്ക് വേണ്ടി, രാജ്യങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി കർത്താവ് ആരംഭിച്ച പരിപാടിയാണ്. കോട്ടയത്ത് ആരംഭിച്ചത്, പക്ഷെങ്കിൽ ഇത് രാജ്യങ്ങൾക്ക് വേണ്ടി കർത്താവ് ആരംഭിച്ച പരിപാടി. ഇത് കത്തിപ്പടർന്ന് ഇത് അനേകായിരങ്ങൾക്ക് അനുഗ്രഹമായി, അനേക കുടുംബങ്ങളുടെ ദരിദ്രന്മാരെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന പരിപാടിയാണ്. ഹല്ലേലൂയ. നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകം. ഇന്നെ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും ഞാൻ പറയാം, നിങ്ങൾ യേശുവിനെ അംഗീകരിക്കുമ്പോൾ നിങ്ങളുടെ ദാരിദ്ര്യം മാറും. മാത്രമല്ല, അനേകരുടെ ദാരിദ്ര്യം മാറ്റി അനേകരെ സമ്പന്നരാക്കുവാൻ വേണ്ടി നിങ്ങളിൽ കൂടെ പരിശുദ്ധാത്മാ പ്രവർത്തിക്കും. അതാ നല്ല പ്രവൃത്തി. ഹല്ലേലൂയ. നമ്മൾ അപ്പോസ്തലപ്രവൃത്തിയിൽ ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു ദൈവാസനെ നമ്മൾ പരിശുദ്ധാത്മ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം യെരൂശലേമിൽ വലിയ പീഡ, ശൗൽ നിമിത്തം വലിയ പീഡ ഉണ്ടായപ്പോൾ അവിടുന്ന് എല്ലാവരും ഓടിപ്പോയി, അപ്പോസ്തലന്മാർ ഒഴികെ. ആ കൂട്ടത്തിൽ ഫിലിപ്പോസിന് ഓടിപ്പോകേണ്ടി വന്നു. അദ്ദേഹം ശമരിയ പട്ടണത്തിൽ പോയി. അവിടെ ചെന്നിട്ട് യെരൂശലേമിൽ കിട്ടിയ അടിയുടെ കാര്യമോ പ്രശ്നത്തിന്റെ കാര്യമല്ല പറയാം, അവിടെ പോയി യേശുവിനെ ഉയർത്തി. നമുക്ക് എല്ലാവർക്കും അറിയാം പിൽക്കാലത്ത് സംഭവിച്ച കാര്യം. അദ്ദേഹം എത്യോപ്യ രാജ്യത്തിലെ ഷണ്ഡനുമായിട്ട് അദ്ദേഹത്തിന് ഒരു ബന്ധമുണ്ടായി. അദ്ദേഹത്തെ സ്നാനപ്പെടുത്താൻ കൃപ ലഭിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ നടന്ന സംഭവം, അദ്ദേഹത്തിന്റെ മക്കൾ പോലും ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്ന അവസരമാണ് കണ്ടത്. ഇന്ന് തലമുറകളുടെ മേൽ വ്യാപിക്കുന്ന ഒരു അനുഗ്രഹമായത്. ഇന്ന് ഹാല്യ സമയം കഴിഞ്ഞു പോയിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ചേർന്ന് ഹാല്യ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരെയും യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവർ എല്ലാ മേഖലയും സമൃദ്ധി കൊണ്ട് കർത്താവ് നിറയ്ക്കുന്നതിന് സ്വത്രം, മാനിക്കുന്ന കൃപയ്ക്ക് സ്വത്രം, നമ്മൾ നിറച്ചിരിക്കുക സ്വത്രം. അത്ഭുത വഴികൾ യേശുവിന്റെ നാമത്തിൽ തുറക്കുന്നു. അത്ഭുത അനുഗ്രഹങ്ങളെ, ഉയർച്ചകളെ യേശുവിൻ നാമത്തിൽ അവർ റിലീസ് ചെയ്യുന്നു. സർവ്വത് ചെയ്യുന്ന കൃപയ്ക്ക് സ്വത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവവചനം കേട്ടു. താങ്ക് യു ബ്രദറെ. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ മധ്യത്തിൽ കേട്ട വചനങ്ങളെല്ലാം അസാധ്യമെന്ന് തോന്നുന്ന എല്ലാം ദൈവം സാധ്യമാക്കുന്നേ. നമ്മളൊന്ന് വിശ്വസിച്ചാൽ മതി. യേശുവിൽ വിശ്വസിച്ചാൽ അവൻ അത്ഭുതങ്ങളെ ഒരുക്കാൻ റെഡിയാ. അപ്പോൾ തന്നെ നമ്മുടെ തുടർന്നും ഈ മീറ്റിംഗ് ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും നമ്മുടെ 11 മണിക്ക് കർത്താവിന്റെ ചിറകടിയിലുമായിട്ട് തോമസ് ഊട്ടി വേറുണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരം 8:30 ഇന്നർ ചേമ്പറിൽ തങ്കുറർ ശുശ്രൂഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ പ്രയർ ടവറിന്റെ നമ്പർ ഒന്ന് പറയാം, അതിൽ വിളിച്ച് നിങ്ങൾക്ക് പറയാവുന്നതാണ്. 0481-230-5555 എന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ വിളിച്ചറിയിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും അത്ഭുത സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് വാട്സപ്പ് ചെയ്ത് അറിയിക്കാൻ സാധിക്കുന്നതാണ്. അത് 7025999555 എന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ നിങ്ങളുടെ അത്ഭുത സാക്ഷ്യങ്ങൾ ഞങ്ങൾക്കും കേൾക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ കട്ടപ്പനയിൽ ശാപമുക്തി ശുശ്രൂഷ നടക്കാൻ പോവുകയാണ്. 23, 24, 25, 26 അങ്ങനെ 4 ദിവസങ്ങളായിട്ട് കട്ടപ്പനയിൽ ശാപമുക്തി ശുശ്രൂഷ നടക്കുന്നതാണ്. അതിനകത്തും പങ്കെടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കർത്താവ് ഈ കൂടി വന്നവരെല്ലാം അനുഗ്രഹിക്കട്ടെ. ഓരോ ചെയ്തവരെയും അതുപോലെ തന്നെ ഇന്ന് കേൾക്കുന്നവരുടെ ജീവിതത്തിലും അത്ഭുതമായി ഈ മീറ്റിംഗ് തീരും. സ്തോത്രം. കർത്താവ് നിങ്ങളെ ഏവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഓവർ ടു റോണിക്. കർത്താവ് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു ഇന്ന് രാവിലെയും അങ്ങയുടെ അത്യന്ത സാന്നിധ്യത്തിനായി നന്ദി പിതാവേ. ഇന്നത്തെ ദിവസവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കിയിരിക്കുന്ന ദിവസമാണല്ലോ. ഞങ്ങൾ തുള്ളിച്ചാടി സന്തോഷിച്ച് ആനന്ദിക്കും. അങ്ങ് ഇന്നും പറയുന്ന വാക്കുകൾ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ മുഴങ്ങുന്നല്ലോ. നിങ്ങൾ എന്നെ ഇവയെക്കാളും എല്ലാം സ്നേഹിക്കുന്നു. Oh Father, let there be a release into every heart. Let your love embrace them. അങ്ങയുടെ ഈ ഒഴുകുന്ന സ്നേഹം എല്ലാരെയും പൊതിയുന്നതിനായി ആ ക്രിസ്തുവിൽ, ആ സ്നേഹത്തിൽ കർത്താവേ അങ്ങയുടെ ചിറകിന്റെ അടിയിൽ
ആ ഉള്ളറയിൽ ആ മാർവിൽ ചാരി ഈ ഭൂമിയിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി നന്ദി പരിശുദ്ധാത്മാവേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് നാളെ രാവിലെയും ഇതുപോലെ ഒരു യാത്രയ്ക്ക് പോകാം. ഓൺ Arise and Shine.